+2 ഫിസിക്സ് ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഈ ചാപ്റ്ററാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ചാർജിനെ പറ്റി പൊതുവെ ഉള്ള കാര്യങ്ങൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തിരുന്നു. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് മാറ്ററിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണെന്നും ഇലക്ട്രോസ്കോപ്പാണ് നമുക്ക് ചാർജിനെ ഡിറ്റക്ഷൻ ചെയ്യാനുള്ള ഒരു ഡിവൈസായിട്ട് കണക്കാക്കുന്നത് എന്നും ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് തുടങ്ങുന്ന ഇലക്ട്രിക് ചാർജുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണ്. ഇന്ന് നമുക്ക് ആദ്യം ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാം. ഇലക്ട്രിക് ചാർജുകളുടെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജസ് ആർ അഡിറ്റീവ്. ദ ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം ഈസ് എ സം ഓഫ് ഓൾ ചാർജസ്. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര. ഒരു പദാർത്ഥത്തിൽ Q1 മുതൽ എക്സെട്ര ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ മുഴുവനുള്ള ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാർജുകളെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. ചാർജസ് ആർ അഡിറ്റീവ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ചാർജ് ഓഫ് എ ബോഡി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ചാർജ് E. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു E, where N is the integer and E is equal to 1.6 into 10 raised to minus 19 coulomb. The quantization of charge was first suggested by the experimental law of electrolysis discovered by Faraday. It was experimentally demonstrated by Millikan. അടുത്ത ചാർജിൻ്റെ പ്രോപ്പർട്ടിയാണ് ചാർജസ് ആർ കൺസേർവ്ഡ് എന്നുള്ളത്. The total charge of an isolated system is a constant. ഇത്രയും കാര്യങ്ങളാണ് ചാർജിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത്. നാം ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് കൂളോംസ് ലോ ആണ്. എന്താണ് കൂളോംസ് ലോ? അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇക്വേഷൻ എന്നീ കാര്യങ്ങളാണ് പഠിക്കുവാനുള്ളത്. ആദ്യമായി തന്നെ കൂളോംസ് ലോയുടെ ഡെഫിനിഷനും ഇക്വേഷനും പഠിക്കാം. The force of attraction or repulsion between two stationary electric charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. ഇതാണ് കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ. ഇതെപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ചാർജുകൾ Q1 Q2 അളവാണ് ചാർജിനുള്ളത്. അവ R ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള അട്രാക്ഷനോ റിപ്പൽഷനോ ആയിട്ടുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, മറ്റൊരു കാര്യത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ് എന്നുള്ള കാര്യം ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവയുടെ ചാർജിൻ്റെ പ്രോഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അതുപോലെ തന്നെ അവ ഇരിക്കുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഈ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷനെ F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് എഴുതാം. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുകയാണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് അവിടെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ, where epsilon 0 is the permittivity of the free space. കൂളോംബ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഓഫ് 1 കൂളോംബ്. കൂളോംബ് എന്ന് പറയുന്നത്
ചാർജിൻ്റെ യൂണിറ്റാണ്. എന്താണ് 1 കൂളോം എന്ന് നോക്കാം. നമ്മൾ കൂളോംസ് ലോ പഠിച്ചു കഴിഞ്ഞു. F is equal to 1/4πε0 Q1 Q2 divided by R². ഇക്വേഷനിൽ Q1 Q2 is equal to 1 കൂളോം, R equal to 1 മീറ്റർ, അതുപോലെ തന്നെ F is equal to 9 × 10⁹ ന്യൂട്ടൺ. നമുക്കൊന്ന് നോക്കാം ഡെഫിനിഷൻ എന്താണ് എന്നുള്ള കാര്യം. 1 കൂളോം is the charge that when placed at a distance of 1 meter from another charge of the same magnitude in vacuum experiences an electric force of repulsion of magnitude 9 × 10⁹ ന്യൂട്ടൺ. ഇതാണ് കൂളോമിൻ്റെ ഡെഫിനിഷൻ. കൂളോംസ് ലോ ഇൻ വെക്റ്റർ ഫോം. വെക്റ്റർ ഫോമിൽ നാം കൂളോംസ് ലോ എഴുതുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കൂടി ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. ചിത്രത്തിൽ കാണുന്ന പോലെ 2 ചാർജുകളാണ് ഇവിടെയുള്ളത്, Q1 Q2. അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് R ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ കൂടി ഫോഴ്സ് എഴുതുന്ന സമയത്ത് നാം പറയുന്നു. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 ഈസ് F12 is equal to 1/4πε0 Q1 Q2 divided by R² into R⁻12. Force on Q2 due to Q1 is F21 is equal to 1/4πε0 Q1 Q2 divided by R² R21 Thus F12 is equal to minus F21. Coulomb's law agrees with Newton's third law. അപ്പോൾ 2 ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷനോ റിപ്പൽഷനോ ആയ ഫോഴ്സ് ഇത് നമുക്ക് കൂളോംസ് ലോ ഉപയോഗിച്ച് പറയാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഫോഴ്സുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അത് എന്താണെന്ന് പഠിക്കാം. സ്റ്റേറ്റ്സ് ദാറ്റ് ഫോഴ്സ് ഓൺ എ ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ഈസ് എ വെക്റ്റർ സം ഓഫ് ഫോഴ്സസ് ഡ്യൂ ടു ദ ഇൻഡിവിജ്വൽ ചാർജസ്. That is, F is equal to F1 plus F2 plus etc. plus Fn. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇലക്ട്രിക് ഫീൽഡ്, ഒരു ചാർജ്, അതിന് എഫക്റ്റുള്ള കുറച്ച് ഏരിയ ആ ചാർജിൻ്റെ ചുറ്റും ഉണ്ടായിരിക്കും. ഈ ഏരിയയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ റീജിയൻ അറൗണ്ട് എ ചാർജ് വെയർ ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. Intensity of electric field at a point is the force per unit charge. That is, E is equal to F by Q, or F is equal to Q into E. Unit of electric field is Newton per coulomb or volt per meter. It is a vector quantity. Electric field due to a point charge. The equation for electric field due to a point charge is E is equal to 1/4πε0 Q divided by R². ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് നമുക്ക് പഠിക്കാം. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഇറ്റ് ഈസ് എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് എ കർവ് drawn in such a way that the tangent to it at each point is in the direction of the net field at that point. Properties of electric field lines. Electric field lines start from positive charge and end at negative charge. Do not form closed loops. Field lines are continuous in a charge-free region. Two field lines never intersect. Field lines are parallel in uniform electric field. Tangent at any point give the direction of electric field. The number of field lines gives intensity of electric field. ഇവിടെ പോസിറ്റീവ് ചാർജിൻ്റെ, നെഗറ്റീവ് ചാർജിൻ്റെ, അതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്
ഡൈപോൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതുപോലെ 2 പോസിറ്റീവ് ചാർജസ്. ഇവയുടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ്, ഡയറക്ഷൻ ഇവ കാണിച്ചിരിക്കുന്നു. പ്രോപ്പർട്ടീസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഈ ചിത്രവും എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നാം ഇത് കൃത്യമായി തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. Properties of electric charges, Coulomb's law, superposition principle, electric field lines. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നാം പഠിച്ചത്. പ്ലസ് 2 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ടത്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുന്നതിന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. നമസ്കാരം.